നമസ്കാരം. 2025 മെയ് മാസത്തെ ഇമ മാസിക എത്തിക്കഴിഞ്ഞു. ശ്രീ രേഖ വെള്ളത്തോൾ ചീഫ് എഡിറ്ററായി പുറത്തിറക്കുന്ന ഡിജിറ്റൽ മാസികയാണ് ഇമ. എപ്പോഴത്തേതും പോലെ കഥകളും കവിതകളും ലേഖനങ്ങളും ആരോഗ്യലേഖനങ്ങളും എല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് ഇമ. ഇമയുടെ മുഖചിത്രം മനോഹരം. ഇനി നമുക്ക് അകത്തളങ്ങളിലേക്ക് പോകാം. ആദ്യം ഒരു കവിത. സതീഷ് എഴുതിയ എഴുത്തിടങ്ങൾ എന്ന കവിത. എന്താണ് എഴുത്തിടങ്ങൾ? എവിടെയാണ് എഴുത്തിടങ്ങൾ? വിറച്ചുപോയ കൈവിരലുകൾക്ക് താളുകളിലെ ചിതറിപ്പോയ അക്ഷരങ്ങൾ വെച്ച് അലങ്കരിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിരൽത്തുമ്പാകുന്ന തൂലിക മുക്കി എഴുതുന്നു. ഹൃദയവും അന്തരീക്ഷവും ഭൂമിയും വരണ്ട മണ്ണും എല്ലാം എഴുത്തിടങ്ങളാണ്. കവിത മനോഹരമായിട്ടുണ്ട്. അടുത്തൊരു കഥയാണ്. ദേവി ബാലൻ എഴുതിയ കിണർ എന്ന കഥ. കിണർ എന്ന കഥ ഒരു തലമുറയുടെ അന്ത്യം സൂചിപ്പിക്കുന്നു. ഒരു കുടുംബം എങ്ങനെ എത്ര ഭീകരമായ അവസ്ഥകളാണ് നാടകീയമായി സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. കിണർ വെള്ളം എന്ന സങ്കല്പത്തിൽ നിന്ന് മരണക്കെണിയായി മാറിയത് എപ്പോൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജാതി കോമരങ്ങൾ ഉറഞ്ഞാടിയോ ജപിച്ചില്ലാതായോ ചിന്തിക്കുക. അടുത്തൊരു കവിതയാണ് ഗീതാ കൈവൻ എഴുതിയ വെട്ടുക്കിളികൾ. കാലോചിതമായ കവിത. ഇത്തരം വെട്ടുക്കിളികളുടെ താണ്ഡവം അവസാനിപ്പിക്കാൻ സമൂഹത്തിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കവിതയാണ്. വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു മിനി കഥയാണ് വിവാഹമോചനം. പ്രഭാ ദിനേശ് എഴുതിയ കഥ. മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമായി നിൽക്കുന്നതൊന്നും സ്വീകരിക്കാതിരിക്കുക എന്ന ഒരു തിരിച്ചറിവ് വിവാഹമോചനത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നു. ലളിതമായ ഭാഷയിൽ ഉള്ള ഈ മിനിക്കഥ നന്മമരങ്ങൾ എന്നും മനസ്സിൻ്റെ അഗാധതലത്തിൽ വേരുറച്ചിട്ടുണ്ടാകുമെന്ന സൂചനയും ഉണ്ട്. നന്നായി. രോഹിണി എന്ന കഥാപാത്രം കൊള്ളാം. അടുത്തൊരു കവിതയാണ് ബിനു സനിൽ എഴുതിയ വർണ്ണങ്ങളില്ലാത്ത ബാല്യം. വർണ്ണങ്ങൾ ഓരോ കാലത്തിനും വേണ്ടതുപോലെ ആസ്വദിക്കണം. വാർദ്ധക്യത്തിലെ ബാല്യമല്ല വേണ്ടത്, ബാല്യത്തിനാണ് വർണ്ണച്ചിറകുകൾ വേണ്ടത്. കുട്ടിക്കവിത വരികൾ കുറച്ചുകൂടി വേണമായിരുന്നു. അടുത്ത് വീണ്ടും ഒരു കവിത തന്നെ. മകൾ. അജീഷ് വാഴയിൽ എഴുതിയ മകൾ എന്ന കവിത. വിവിധ സന്ദർഭങ്ങളിൽ ഒരു മകളിൽ ഉണ്ടാകുന്ന ഭാവങ്ങൾ വളരെ വ്യക്തമായി മകൾ എന്ന കവിതയിൽ ഉടനീളം കൊണ്ടുവന്നിരിക്കുന്നു. പരിഭവ കിണുങ്ങലിനിടയിലെ ഉള്ള ഒരു കള്ളനോട്ടം, ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കള്ളച്ചിരി, എന്തൊക്കെയുള്ള വരികൾ നന്നായിട്ടുണ്ട്. അടുത്ത് വീണ്ടും ഒരു കവിത. ദീപ്തി ചന്ദ്രശ്ശേരി അപരാജിത എന്ന കവിത. സ്ത്രീ ഓച്ചാനിച്ച് തല താഴ്ത്തി സർവം സഖിയായി നിൽക്കേണ്ടവളല്ല, നാലാൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കേണ്ടവളാണ്. എവിടെയും പരാജിതയാകരുത് എന്ന് കവയിത്രി ആഹ്വാനം ചെയ്യുന്നു. കവിത ലളിതവും സുന്ദരവും. ഇഷ്ടമായി. അടുത്തൊരു കഥയാണ് ഇണക്കുരുവികൾ. ബീന എബ്രഹാം എഴുതിയ കഥ. ഇണക്കുരുവികൾ ശരിക്കും ഇണക്കുരുവികൾ തന്നെ. ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടു പഠിക്കുവാൻ പറ്റിയ ഒരു കഥയാണ്. ചാത്തൻ്റെയും ചിന്നയുടെയും ജീവിതം. അവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ മറ്റു തെറ്റുകളൊന്നും ആയിരുന്നില്ല. കഥ നന്നായി. ലളിതസുന്ദര ഭാഷ. അടുത്തൊരു കവിതയാണ് സ്നേഹമാത്രകൾ. ആദിനാട് തുളസിയുടെ സ്നേഹമാത്രകൾ എന്ന കവിത. ബാല്യം കഴിഞ്ഞ് കൗമാരം എത്തിയപ്പോൾ ജീവിതം അതിസുന്ദരമെന്ന് കരുതി കാലതീർത്ഥം എഴുതി പരക്കും കറുത്ത പുഴയുടെ കാണാക്കയങ്ങൾ തേടിപ്പോയപ്പോഴാണ് തപ്ത ഹൃദയ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നത്. സ്നേഹപ്പൂക്കൾ മാത്രം നൽകി ജീവന്റെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുക എന്നാണ് കവി ആഹ്വാനം ചെയ്യുന്നത്. കവിത ആസ്വാദ്യമായി. അടുത്തൊരു കഥയാണ് പരമേശ്വരൻ ഓലാഞ്ചേരി എഴുതിയ തമസറ്റ എന്ന കഥ. ഒരു പെൺകുട്ടി താമസിക്കുന്ന വീടിൻ്റെ ശോചനീയ അവസ്ഥ കഥയിലൂടെ മനസ്സിലാക്കാം. മറ്റൊന്ന്, ഒരച്ഛൻ മകൾക്ക് നൽകുന്ന സുരക്ഷിതത്വം എത്രയെന്ന് അതെപ്പോഴെന്നും കഥയിലൂടെ വ്യക്തമാക്കുന്നു. കഥ ഒരു നിഴലാട്ടമാണ്. ആ സന്ദർഭത്തിൻ്റെ ഒരു വൈകാരികത നല്ലതുപോലെ അനുഭവവേദ്യമാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അടുത്തൊരു കവിതയാണ്
മോഹൻദാസ് വടക്കുംപുറം അങ്ങനെയും ചിലർ എന്ന കവിത. ഒരു സുദിനത്തിൽ നിലച്ചിരിക്കാതെ കയറി വന്ന് ഒരിക്കലും പിരിയില്ലെന്ന് ഉറപ്പു തന്നു. മനസ്സിലൊരു ഒരുപാട് നൊമ്പരങ്ങൾ ബാക്കി വെച്ചു. തനിച്ചാക്കി എങ്ങോ മാഞ്ഞു മറഞ്ഞു പോയവർ എന്ന് തുടങ്ങുന്ന വരികൾ ഉടനീളം ദുഃഖത്തിൻ്റെ കരിനിഴലാണ് എല്ലാ ബന്ധങ്ങളും സമ്മാനിക്കുന്നത്. ദുഃഖവും ശത്രുതകളും വഞ്ചനയും ആണെന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കവിത നന്നായിട്ടുണ്ട്. അടുത്തത് വീണ്ടും ഒരു കവിത തന്നെ. രാധാമണി വിജയൻ എഴുതിയ വഴിതെറ്റിയ ആനക്കുട്ടി, ഒരു കുഞ്ഞു കവിതയാണ്. ഒരു കുട്ടിയാനയുടെ വർണ്ണന ഒരു കുട്ടി കവിതയിലൂടെ നമ്മളിലെത്തിക്കുന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. അടുത്തൊരു ലേഖനം. ഡോക്ടർ തോമസ് എസ് കറിയ മലയാളത്തിലെ യുദ്ധചിത്രങ്ങൾ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധത്തെ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് പാറപ്പുറത്തിൻ്റെ നിണമണിഞ്ഞ കാൽപ്പാട്. യുദ്ധം വരുത്തിവെക്കുന്ന ദുരന്തങ്ങളും ഈ നോവലിൽ ആവിഷ്കൃതമായിട്ടുണ്ട്. ഇതെല്ലാം നഷ്ടമാകാതെ സിനിമയിലും ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലുള്ള ഈ ലേഖനം ആ കാലഘട്ടത്തെ ചില അറിവുകൾ കൂടി നമ്മളിൽ എത്തിക്കുന്നു. ഈ തുടർ ലേഖനത്തിൻ്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. കവിത ഇന്നും ഇന്നലെയും. ഫൈസൽ മാറഞ്ചേരി. ശുഭപ്രതീക്ഷയുടെ ഒരു കവിതയാണ് ഇന്നും ഇന്നലെയും. ചെറിയ കവിതയാണെങ്കിലും വലിയ ആശയം അതിലൂടെ വായനക്കാരിൽ എത്തിക്കുന്നു. കവിത വായിച്ചു നോക്കും. അടുത്തൊരു അനുഭവ കഥയാണ്. വളരെ രസകരമായൊരു അനുഭവ കഥയാണ്. പ്രൊഫസർ ഏലമ്മ ജോസ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണ് കഥയുടെ പേര്. ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആറാട്ടുപുഴയായപ്പോൾ വന്ന പ്രശ്നമാണ് ഇതിലെ അനുഭവ കഥയുടെ പ്രമേയം. വളരെ രസകരമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു അനുഭവ കഥ. ഇനി ഇത്തരം അബദ്ധം പറ്റാതിരിക്കട്ടെ. ആറാട്ടുവഴിക്കാരുടെ നഷ്ടം ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ്. ആശയവിനിമയ പിശകുകൊണ്ട് സംഭവിച്ചത്. അടുത്തൊരു കവിതയാണ്. നിബിൻ കള്ളിക്കാട്. നമുക്കിടയിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഴയെടുപ്പത്തിൻ്റെ ആഴം കവിതയിലൂടെ വ്യക്തമാക്കുന്നു. മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്കിടയിൽ എന്നും വാക്കുകളുടെ ഒരു മേഘവും പെയ്തു തീർന്നിട്ടില്ല. നല്ല വരികൾ, അടിവരയിട്ട് പറയാവുന്ന വരികൾ. മനോഹരം, ഇഷ്ടമായി ഒരുപാട്. അടുത്തൊരു ലേഖനം. മാനസികാരോഗ്യവും ചില പദപ്രയോഗങ്ങളും. ഡോണ മേരി ജോസഫ് എഴുതിയ ലേഖനമാണ്. അത് എപ്പോഴും തുടർ ലേഖനമാണ്. പ്രസ്തുത ലേഖനത്തിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പദപ്രയോഗങ്ങൾ നടത്തുന്നതിൻ്റെ നിജസ്ഥിതിയെപ്പറ്റി വിശദീകരിക്കുന്നു. കണ്ടതും കേട്ടതും വെച്ച് ഈ അവസ്ഥയുള്ളവർക്ക് രോഗത്തിൻ്റെ പേരിടുന്നത് ന്യായീകരിക്കാനാവില്ല എന്നാണ് ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത്. കാര്യകാരണ സഹിതം നിഗമനത്തിലെത്തണമെന്ന് ഊന്നി പറയുന്നു. വിജ്ഞാനപ്രദമായ ലേഖനമാണിത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴി ലഭ്യമാകുന്ന അറിവുകൾ വെച്ചിട്ട് ഓരോ രോഗത്തിനും പേരിടുന്ന ആ ഒരു രീതി ഓരോ വ്യക്തിയും ഉപേക്ഷിക്കണം. ശരിക്കും ഉള്ള ഡോക്ടറെ കണ്ട് രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പേര് പറയുന്നതായിരിക്കും ഉചിതമെന്നാണ് ലേഖനത്തിൽ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു കവിതയാണ്. കിഴക്കുണരും പക്ഷി. ലിജി വിൽസൺ എഴുതിയ കിഴക്കുണരും പക്ഷി ഒരു ചെറിയ കവിതയാണ്. ഏതാണ് കിഴക്കുണരും പക്ഷി? സൂര്യനാണെന്ന് കവയത്തിൽ വിശേഷിപ്പിക്കുന്നു. ചെറുതാണെങ്കിലും കവിത കൊള്ളാം. ലേഖനം. അടുത്തൊരു ലേഖനമാണ്. ജോൺ ജേക്കബിൻ്റെ ലണ്ടൻ കാഴ്ചകൾ. വിലായത്തിലെ കവാത്ത്. ഇതിൻ്റെ ഒരു 8ാം ഭാഗമായത്. തുടർ ലേഖനമാണ്. ഈ ലക്കത്തിലുള്ളത് 8ാം ഭാഗം. ലണ്ടനിലെ കാഴ്ചകളാണ് ഈ ലക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ലേഖനത്തിൽ കല, സാഹിത്യം, ഫാഷൻ, വാണിജ്യം, വിദ്യാഭ്യാസം, പ്രമുഖ സ്ഥാപനങ്ങൾ, പട്ടണം എന്നിവയെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലാണ് ലേഖനം. ബക്കിംഗ്ഹാമിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഷൻ, ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ സിസ്റ്റം എന്നിവയെല്ലാം ഉൾക്കൊണ്ടതാണ് പ്രസ്തുത വിവരണം. പാർക്കിലെ വിവരണം മനോഹരമായിട്ടുണ്ട്. 57 ഏക്കർ വിസ്തൃതിയും ഹിസ്റ്റോറിക് പാർക്ക് ആൻഡ് ഗാർഡൻസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്
ഈ ലേഖനം. എന്തിനേറെ ലണ്ടൻ കണ്ട അനുഭൂതി ഈ ലേഖനം വായിച്ചാൽ അനുഭവവേദ്യമാകും. ലളിതമായ ഭാഷ, വ്യക്തമായി ചിത്രങ്ങൾ സഹിതം നൽകിയിട്ടുള്ള വിവരണം ഗംഭീരമാണ്. ജീവസുറ്റ മെഴുകു പ്രതിമയും വിവരണത്തിന് മികവ് നൽകി. ഒട്ടേറെ വിജ്ഞാനപ്രദമായ വിവരങ്ങൾ ഇമെയിലൂടെ ഈ ലേഖകൻ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ലേഖകന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അടുത്തൊരു കവിതയാണ് മാനസവീണ. ശാന്ത ആർ കൃഷ്ണൻ എഴുതിയ കവിത. മാനസവീണ വായിച്ചില്ലെങ്കിൽ മറ്റെന്താണ് വായിക്കാനുള്ളത്? പുഷ്പങ്ങളെ അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒരു പകൽ മാത്രം ആയുസ്സുള്ള പൂക്കൾ ഭംഗിയുള്ളവരിൽ ആനന്ദപുഷ്പമായി പുനർജനിക്കുവാൻ മോഹം. കവിത ഗംഭീരമായിട്ടുണ്ട്. അടുത്തത് ഇമയുടെ മെയ് മാസത്തെ വിഭവങ്ങളെല്ലാം അവസാനിച്ചു. ഇമ മുടങ്ങാതെ വായിക്കുക, എഴുതുക, ഇമയുടെ ഇതളുകളിൽ വിരിയുന്ന സുഗന്ധപ്പൂക്കൾ അനുഭവിച്ചറിയുക. ഇമയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒപ്പം അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയശ്രീ ടീച്ചർ, കൂത്താട്ടുകര.